ഹായ് സുഹൃത്തേ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പേടി തോന്നിയിട്ടുണ്ടോ? മറ്റുള്ളവരുടെ മുൻപിൽ സംസാരിക്കുമ്പോഴോ പുതിയൊരു ജോലി തുടങ്ങുമ്പോഴോ ഉള്ളിലൊരു വിറയൽ വരാറുണ്ടോ? എങ്കിൽ ഓർക്കുക, ആത്മവിശ്വാസം എന്നത് ജനിക്കുമ്പോൾ കിട്ടുന്ന ഒന്നല്ല, മറിച്ച് പരിശീലനത്തിലൂടെ വളർത്തിയെടുക്കാവുന്ന ഒന്നാണ്. എന്താണ് ആത്മവിശ്വാസം? ആത്മവിശ്വാസം ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിൽ ആത്മവിശ്വാസമാണ് വഴികാട്ടിയാകേണ്ടത്. ലക്ഷ്യം നേടാൻ കഴിയുമെന്ന ചിന്തയും വിശ്വാസവും അതിലേക്ക് നയിക്കും. നിങ്ങളെക്കുറിച്ച് നല്ലത് തോന്നുമ്പോഴാണ് നിങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ടെന്ന് പറയുക. അതുള്ളപ്പോൾ എല്ലാം നന്നായിട്ട് ചെയ്യാൻ കഴിയും. കുടുംബജീവിതം സന്തോഷകരമാകും. ഈ ലോകം മൊത്തം നല്ലതാണെന്ന് തോന്നും. പ്രതിഫലം പ്രതീക്ഷിക്കാതെ മറ്റൊരാളെ സഹായിക്കുമ്പോൾ ആത്മവിശ്വാസം കൂടും. ഒരാൾക്ക് 1 രൂപ കൊടുത്താൽ അത് കൊടുക്കുവാനുള്ള കഴിവ് തനിക്കുണ്ടെന്നുള്ള സന്ദേശം തലച്ചോറിൽ എത്തുന്നുണ്ട്. അങ്ങനെയുള്ള 1000 സന്ദേശങ്ങൾ ബ്രെയിനിൽ ചെല്ലുമ്പോൾ അത് ആത്മവിശ്വാസത്തെ വർദ്ധിപ്പിക്കും. സഹയാത്രികരെ സഹായിക്കുമ്പോഴും പ്രതിഫലമിച്ഛിക്കാതെ ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ചെയ്ത കാര്യത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പോഴും ആത്മവിശ്വാസം കൂടും. ഇത് അഹങ്കാരമല്ല, മറിച്ച് തന്റെ കഴിവിൽ വിശ്വസിക്കലാണ്. ആത്മവിശ്വാസമുള്ള ഒരാൾക്ക് ലോകം മുഴുവൻ കീഴടക്കാൻ സാധിക്കും. ആത്മവിശ്വാസമില്ലായ്മയുടെ കാരണങ്ങൾ: പരാജയപ്പെടുമോ എന്ന ഭയം, മറ്റുള്ളവരുമായി നമ്മളെ താരതമ്യം ചെയ്യുന്നത്, സോഷ്യൽ മീഡിയയിലെ മറ്റുള്ളവരുടെ തിളക്കമുള്ള ജീവിതം കണ്ട് നമ്മുടെ ജീവിതം മോശമാണെന്ന് കരുതുന്നത്, പഴയ അനുഭവങ്ങൾ, കുട്ടിക്കാലത്തോ അല്ലെങ്കിൽ മുമ്പോ ഉണ്ടായ ചെറിയ പരാജയങ്ങൾ മനസ്സിനെ വേട്ടയാടുന്നത്. ആത്മവിശ്വാസം വളർത്താനുള്ള ശാസ്ത്രീയ വഴികൾ: 1. കോമ്പിറ്റൻസ്. കോമ്പിറ്റൻസ് ലീഡ്സ് ടു കോൺഫിഡൻസ്. ഒരു കാര്യത്തിൽ അറിവ് കൂടുമ്പോൾ പേടി കുറയും. നിങ്ങൾ സംസാരിക്കാൻ പോകുന്ന വിഷയത്തെക്കുറിച്ച് നന്നായി പഠിക്കുക. അറിവാണ് ഏറ്റവും വലിയ ആയുധം. 2. ബോഡി ലാംഗ്വേജ്, ദ പവർ പോസ്. നിങ്ങൾ ഉള്ളിൽ പേടിച്ചിരിക്കുകയാണെങ്കിലും പുറമേക്ക് നിവർന്നു നിൽക്കുക. ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട ഒന്നാണിത്. നമ്മുടെ ശരീരത്തിന്റെ പോസ് മാറ്റുമ്പോൾ തലച്ചോറിലെ ഹോർമോണുകളിൽ വ്യത്യാസം വരും. സെൽഫ് ടോക്ക്, പോസിറ്റീവ് സെൽഫ് ടോക്ക്. നിങ്ങൾ നിങ്ങളോട് തന്നെ സംസാരിക്കുന്ന രീതി മാറ്റുക. എന്നെക്കൊണ്ട് പറ്റില്ല എന്നതിന് പകരം ഞാനിത് പഠിച്ചെടുക്കും എന്ന് പറഞ്ഞ് ശീലിക്കുക. അടുത്തത് ഇമ്പോർട്ടൻ്റായ ഭാഗം: പ്രായോഗികമായ രീതി. 1. കണ്ണാടിക്ക് മുൻപിൽ സംസാരിക്കുക. ദിവസവും 5 മിനിറ്റ് കണ്ണാടിയിൽ നോക്കി കണ്ണിൽ കണ്ണ് നോക്കി സംസാരിക്കുക. ഇത് നിങ്ങളുടെ ഐ കോൺടാക്റ്റ് മെച്ചപ്പെടുത്തും. 2. കംഫർട്ട് സോണിന് പുറത്തു കടക്കുക. നിങ്ങൾക്ക് പേടിയുള്ള ഒരു കാര്യം ഓരോ ദിവസവും ചെയ്യുക. അതൊരു അപരിചിതനോട് സംസാരിക്കുന്നതാകാം, അല്ലെങ്കിൽ പുതിയൊരു കാര്യം പരീക്ഷിക്കുന്നതാകാം. 3. വസ്ത്രധാരണം, ഡ്രസ് ഫോർ സക്സസ്. നല്ല വസ്ത്രം ധരിക്കുന്നത് ഉള്ളിലൊരു പ്രത്യേക ആവേശം നൽകും. ഇത് അഹങ്കാരമല്ല, മറിച്ച് സ്വയം ബഹുമാനിക്കുന്നതിൻ്റെ ഭാഗമാണ്. പരാജയത്തെ നേരിടുക. ആത്മവിശ്വാസമുള്ളവർ ഒരിക്കലും പരാജയപ്പെടാത്തവരല്ല, മറിച്ച് പരാജയപ്പെട്ടാലും വീണ്ടും എഴുന്നേൽക്കാൻ ധൈര്യമുള്ളവരാണ്. ഉദാഹരണം: തോമസ് ആൽവ എഡിസൺ. 1000 തവണ പരാജയപ്പെട്ടിട്ടും അദ്ദേഹം പിന്മാറിയില്ല. ഓരോ പരാജയവും വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാണെന്ന് ഉറച്ചു വിശ്വസിക്കുക. ഫിറ്റ്നസ്സും ആത്മവിശ്വാസവും, ഫിറ്റ്നസ് ആൻഡ് കോൺഫിഡൻസ് കണക്ഷൻ. ആത്മവിശ്വാസത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പലരും വിട്ടുപോകുന്ന ഒരു കാര്യമാണ് ശാരീരിക ക്ഷമത അഥവാ ഫിറ്റ്നസ്. നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ ഏറ്റവും എളുപ്പവഴി നമ്മുടെ ശരീരത്തെ നിയന്ത്രിക്കുകയാണ്. 1. കണ്ണാടിയിലെ മാറ്റം, ദ മിറർ ഇഫക്റ്റ്. നിങ്ങൾ കൃത്യമായി വ്യായാമം ചെയ്യുമ്പോൾ നിങ്ങളുടെ ശരീരത്തിന് വരുന്ന മാറ്റങ്ങൾ നിങ്ങളെ അതിശയിപ്പിക്കും. കണ്ണാടിയിൽ നോക്കുമ്പോൾ ഞാൻ ഫിറ്റാണ് എന്ന ചിന്തയുണ്ടാക്കുന്ന ആത്മവിശ്വാസം മറ്റൊന്നിനും നൽകാൻ കഴിയില്ല. ഇത് സൗന്ദര്യത്തെക്കുറിച്ചല്ല, മറിച്ച് നിങ്ങളുടെ ശരീരം നിങ്ങളുടെ നിയന്ത്രണത്തിലാണ് എന്ന തോന്നലിനെക്കുറിച്ചാണ്. 2. ഹോർമോണുകളുടെ പങ്ക്, ദ ബയോളജിക്കൽ കോൺഫിഡൻസ്. വ്യായാമം ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ എൻഡോർഫിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഇതിനെ ഹാപ്പി ഹോർമോൺ എന്ന് വിളിക്കുന്നു. ഇത് നിങ്ങളുടെ പിരിമുറുക്കം കുറയ്ക്കുകയും മനസ്സിനെ കൂടുതൽ പോസിറ്റീവാക്കുകയും ചെയ്യുന്നു. സമ്മർദ്ദസ്ഥരമായ സാഹചര്യങ്ങളിൽ പതറാതെ നിൽക്കാൻ ഒരു കായിക താരത്തിന് കഴിയും. അവരുടെ ഫിറ്റ്നസ് നൽകുന്ന ആത്മവിശ്വാസം കൊണ്ടാണ്. 3. അച്ചടക്കം, ഡിസിപ്ലിൻ ഈക്വൽസ് കോൺഫിഡൻസ്. എന്നും രാവിലെ എഴുന്നേറ്റ് വ്യായാമം ചെയ്യുക എന്നത് വലിയൊരു അച്ചടക്കമാണ്. ആ ചെറിയ വിജയം നിങ്ങളുടെ തലച്ചോറിന് നൽകുന്ന സന്ദേശം എനിക്ക് കഠിനമായ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്നതാണ്. ഈ ഒരു ചിന്ത നിങ്ങളുടെ ജോലിക്കാര്യത്തിലും പഠനത്തിലും പ്രതിഫലിക്കും. 4. വസ്ത്രധാരണവും നടത്തവും, പോസ്ചർ ആൻഡ് പ്രസൻസ്. ഫിറ്റായ ഒരാളുടെ ശരീരഭാഷ എപ്പോഴും ആകർഷകമായിരിക്കും. അവർ തല കുനിക്കാതെ നിവർന്നു നടക്കുന്നു. മറ്റുള്ളവരുടെ മുൻപിൽ സംസാരിക്കുമ്പോൾ ഒരു പ്രത്യേക പ്രഭാവം അല്ലെങ്കിൽ എനർജി അവർക്ക് ചുറ്റുമുണ്ടാവും. സുഹൃത്തുക്കളെ,
ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾ എത്തി നിൽക്കുമ്പോൾ ഒരു കാര്യം ആഴത്തിൽ മനസ്സിലാക്കുക. ആത്മവിശ്വാസം എന്നത് ഒരു മാന്ത്രിക വടിയല്ല, മറിച്ച് ദിവസവും നിങ്ങൾ മിനുക്കിയെടുക്കേണ്ട ഒരു കലയാണ്. ലോകത്തെ ജയിക്കുന്നതിനേക്കാൾ മുൻപ് നിങ്ങളുടെ ഉള്ളിലെ ഭയത്തെയും സംശയങ്ങളെയും ജയിക്കുക എന്നതാണ് ഏറ്റവും വലിയ വിജയം. പലപ്പോഴും നമ്മൾ പരാജയപ്പെടുന്നത് നമ്മുടെ കഴിവില്ലായ്മ കൊണ്ടല്ല, മറിച്ച് എന്നെക്കൊണ്ട് സാധിക്കില്ല എന്ന നമ്മുടെ തന്നെ തെറ്റായ ചിന്തകൾ കൊണ്ടാണ്. ഓർക്കുക, നിങ്ങൾ വിശ്വസിക്കുന്നതിനേക്കാൾ വലിയൊരു സത്യം ഈ ലോകത്തില്ല. നിങ്ങൾ നിങ്ങളെ ബഹുമാനിക്കാതെ ഈ ലോകം നിങ്ങളെ ബഹുമാനിക്കില്ല. നിങ്ങൾ നിങ്ങളെ വിശ്വസിക്കാതെ ഈ പ്രപഞ്ചം നിങ്ങളെ സഹായിക്കില്ല. പരാജയങ്ങൾ ഉണ്ടാകാം, ആളുകൾ നിങ്ങളെ കളിയാക്കാം, പലപ്പോഴും തളർന്നുപോയെന്ന് തോന്നാം. പക്ഷേ ഓരോ വീഴ്ചയിലും പതറാതെ എഴുന്നേൽക്കുന്നവനെ തോൽപ്പിക്കാൻ ഈ ലോകത്ത് ആർക്കും കഴിയില്ല. നിങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും ഒരുപോലെ കരുത്തുറ്റതാക്കി മാറ്റുക. ഒരു സിംഹത്തിൻ്റെ ആത്മവിശ്വാസം വരുന്നത് അതിൻ്റെ വലിപ്പത്തിലല്ല, മറിച്ച് അതിൻ്റെ മനോഭാവത്തിലാണ്. ആറ്റിറ്റ്യൂഡ്. ആ ഒരു മനോഭാവം നിങ്ങളും വളർത്തിയെടുക്കുക. ഇന്ന് ഈ നിമിഷം മുതൽ നിഴലുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നടന്നു തുടങ്ങൂ. നിങ്ങളുടെ ഉള്ളിലെ ആ ഉറങ്ങിക്കിടക്കുന്ന പ്രതിഭയെ ഉണർത്തൂ. ലോകം നിങ്ങളെ ശ്രദ്ധിക്കാൻ തുടങ്ങും. കാരണം സ്വന്തം കഴിവിൽ അചഞ്ചലമായി വിശ്വസിക്കുന്ന ഒരാളെ തടഞ്ഞു നിർത്താൻ ഒരു ശക്തിക്കും കഴിയില്ല. നിങ്ങളിൽ വിശ്വസിക്കൂ. നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് ആത്മവിശ്വാസത്തോടെ ചുവടുവെക്കൂ. വിജയം നിങ്ങളുടേതായിരിക്കും. ട്രസ്റ്റ് ദ പ്രോസസ്. ബിലീവ് ഇൻ യുവർ സക്സസ്. കൂടുതൽ അറിവുകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.